സോ വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും പ്രോഗ്രാം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എക്സ്പ്ലെയിനും കൂടെ ചെയ്യാമെന്ന് ഓർത്തു. ഒന്നാമത്തതിന് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റുണ്ട്. അതിൽ ഓരോ എലിമെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യപ്പെടും. ആദ്യം മാംഗോ, പിന്നെ ഓറഞ്ച്, പിന്നെ ബനാന. അടുത്തതും ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ലെൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ലെൻ. അപ്പോൾ നമ്മൾ ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലെൻ എന്ന് പറഞ്ഞതിൻ്റെ ആർഗ്യുമെൻ്റ് എന്തും ആകാം. അതിലിവിടെ ലിസ്റ്റാണ് ആർഗ്യുമെൻ്റെങ്കിൽ അതിൽ എത്ര എലിമെൻ്റ് ഉണ്ടെന്നുള്ളത് ആയിരിക്കും ലെങ്ത് വരുന്നത്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ലെൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഐ ഇൻ റേഞ്ച് 3 എന്ന് വരും. അപ്പോൾ ഐ എത്രയായിരിക്കും? ആദ്യമായി 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് എന്താണ്? പ്രിൻറ്റ് ഫ്രൂട്ട്സ് ഐ. അപ്പോൾ എന്തായിരിക്കും? ഫ്രൂട്ട്സ് 0 എന്ന് പറയുന്നത് മാംഗോ പ്രിൻ്റ് ചെയ്യും. പിന്നെ ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും? പ്രിൻ്റ് 0യും 3 എന്ന് പ്രിൻ്റ് ചെയ്യും. പിന്നെന്താവും? ഐ 1 ആവും. അപ്പോൾ ഫ്രൂട്ട്സ് 1 എന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ 1ഉം 3 എന്ന് പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്താവും? ഫ്രൂട്ട്സ് ഐ എന്താവും? 2 ആവും. അപ്പോൾ ഫ്രൂട്ട്സ് 2 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ 2ഉം 3 എന്ന് പ്രിൻ്റ്. നമുക്ക് നോക്കാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ ഉത്തരം. മാംഗോ 0, 3, ഓറഞ്ച് 1, 3, ബനാന 2, 3. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു. ആദ്യം ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ്. ചെക്ക് വെദർ ദർ ആർ എനി വവൽസ് ഇൻ ദ ഇൻപുട്ട് സ്ട്രിങ്. If there are any vowels found in the input string, save them in a list called found. Hence, print the list found. അപ്പോൾ ഗുഡ് ആൻഡ് ബാഡ് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രിങ് എങ്കിൽ അതിൽ ഗുഡ് 2 ഓയുണ്ട്, ഒരു ബിയും ഒരു എയും ഉണ്ട്. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് ലിസ്റ്റിൽ ഒ എ എന്ന് മാത്രമേ വരാവൂ. അപ്പോൾ അതിൻ്റെ ഹിൻഡ് ഞാൻ പറഞ്ഞു. ഫൗണ്ട് എന്ന് പറഞ്ഞൊരു എംപ്റ്റി ലിസ്റ്റ് വെച്ച് തുടങ്ങുക. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് എപ്പൻഡ് ചെയ്യുക. അപ്പോൾ എ കണ്ടു കഴിഞ്ഞാൽ അതിന് എപ്പൻഡ് ചെയ്യുക. പക്ഷേ ഇതിലൊരു ക്യാച്ചുണ്ട്. ഓൾറെഡി ഫൗണ്ടിലൊരു സംഗതി ഉണ്ടെങ്കിൽ പിന്നെ എപ്പൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റുണ്ട്, ലിസ്റ്റ് 1. അതിൽ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് 1 ഡോട്ട് append എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു എയും കൂടെ വരും. നമുക്ക് നോക്കാം. പ്രിൻറ്റ് ലിസ്റ്റ് 1. അപ്പൻഡിൻ്റെ സ്പെല്ലിങ് തെറ്റി. അപ്പോൾ എന്ത് വന്നു? പിന്നെ എന്ന് വന്നു. അപ്പോൾ നമ്മളൊരു വവലിൽ 2 പ്രാവശ്യം എ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം വരാൻ പാടില്ല, 1 പ്രാവശ്യമേ വരാൻ പറ്റുള്ളൂ. അതാണ് ഇതിലുള്ളൊരു വിഷയം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിപ്പിക്കാം. ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പം പ്രിൻറ്റ് എ ഇൻ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ ഇതിൻ്റെ അർത്ഥം എ ലിസ്റ്റ് 1 ഉണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, എ ലിസ്റ്റ് 1 ഇല്ലെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും. നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ ലിസ്റ്റ് 1 എന്തുണ്ട്?
എ ഉണ്ട് അല്ലേ? നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? ട്രൂ എന്ന് വന്നു. അതേസമയത്ത് സി ആണെങ്കിലോ, അല്ലെങ്കിൽ ഒ ആണെങ്കിലോ, ഒ ലിസ്റ്റ് 1 റൺ ചെയ്ത് നോക്കാം. അത് ഫോൾസ് വന്നു. അപ്പോൾ നമുക്കിത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ളതിന് എന്താണ് നോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് ഉണ്ട്. നോട്ട് ഇൻ ഇതിൽ ലിസ്റ്റ് 1 ഉണ്ടോ ഇല്ലയോ എന്നാണ്. നോട്ട് ഇൻ എന്ന് പറയുമ്പം ഇല്ലയോ എന്നുള്ളതാണ് അർത്ഥം. ലിസ്റ്റ് 1 ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടത് ട്രൂ വരും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കണം. ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ക്വസ്റ്റ്യൻ 3യുടെ. അപ്പോൾ എന്താണ് ആദ്യത്തെ ലൈൻ എന്താണ് പറയുന്നത്? എൻ്റർ എൻ ഇൻപുട്ട് സ്ട്രിങ്. പിന്നെ ഇവിടെ വേറെ പുതിയ കാര്യം പഠിച്ചു. ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുത്താൽ ആ സ്ട്രിങ്ങിനെ പിടിച്ച് ലിസ്റ്റാക്കും. അതെന്താണ് സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് str1 പ്രിൻ്റ് lstr1. അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാത്രം ഒരു പുതിയ സെല്ലിൽ കൊണ്ടിട്ട് റൺ ചെയ്യാം. ഇതൊക്കെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു ഗുണങ്ങളാണ്. ഗുഡ് ആൻഡ് ബാഡ് ഇതാണ് നമുക്ക് റൺ ചെയ്യട്ടെ. റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ എൻ്റർ അടിക്കണം. അപ്പോൾ എന്ത് വന്നു? എൻ്റർ എ സ്ട്രിങ് ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പ്രിൻറ്റിൽ ആ ഗുഡ് ആൻഡ് ബാഡ് അതേപടി വന്നു. പിന്നെ ഇതെന്താ ചെയ്യുന്നത്? ഇത് ആ സ്ട്രിങ്ങിനെ ലിസ്റ്റാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ എലിമെൻറ്റിനും മാറി ഗുഡ് ആൻഡ് ബാഡിൽ എത്ര ക്യാരക്ടർ, ജി ഒന്നാമത്തെ എലിമെൻറ്റ്, ഒ അടുത്ത എലിമെൻറ്റ്, അങ്ങനെ അതിനെ ഓരോ എലിമെൻ്റാക്കി ഒരു ലിസ്റ്റാക്കി മാറ്റി. നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് തന്നെ പോകാം. വവൽസ് നമുക്ക് വേണം. വവൽസ് എന്ന് പറഞ്ഞാൽ AEIOU ആണ്. അപ്പോൾ ലിസ്റ്റ് സ്ക്രിപ്റ്റ് മറ്റേ കോഡ്സിൻ്റെ അകത്ത് AEIOU എന്ന് പറയുമ്പോൾ വവൽസിൽ എന്താ ഉള്ളത്? അതിൽ ഒന്നാമത്തെ 0th എലിമെൻറ്റ് A ആണ്, എലിമെൻ്റ് അറ്റ് ഇൻഡെക്സ് നമ്പർ 1 E ആണ്, ഇൻഡെക്സ് നമ്പർ 2 I ആണ്. അങ്ങനെ എല്ലാ എലിമെൻറ്റ്സും ഉണ്ട്. ഇനിയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ഫൗണ്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞതുപോലെ ഒരു empty ലിസ്റ്റിൽ തുടങ്ങി. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ CH in LSTR1. അപ്പോൾ CH in LSTR1 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കും? നമ്മളിപ്പോൾ ഗുഡ് ആൻഡ് ബാഡ് ആണ് കൊടുത്തതെങ്കിൽ ആദ്യത്തെ CH എന്താണ്? G ആണ്. അതെന്ത് ചെയ്യും? വവൽസിലുണ്ടോ നോക്കൂ. ഓരോ വവലിലും നോക്കണം. അതുകൊണ്ട് ഇവിടെ ഫോർ വവൽ ഇൻ വവൽസ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ എലിമെൻ്റ് CH ആണ്. ഈ വവലിൽ നിന്ന് ഒരു ആദ്യത്തെ വവൽ വന്നു. അത് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ബ്ലോക്കിൽ കയറുന്നത്. എന്നിട്ട് ഈ ബ്ലോക്കാണ് നമ്മൾ മെയിൻ സംഭവം ചെയ്യുന്നത്. CH നോട്ട് ഇൻ ഫൗണ്ട് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫൗണ്ട് ഡോട്ട് അപ്പെൻഡ് ചെയ്യും. ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗുഡ് ആൻഡ് ബാഡ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സംഭവം ഉള്ളത്. ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് ആൻഡ് ബാഡ് കിട്ടി. ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഒന്നാമത്തെ സ്ട്രിങ് എന്തായി? GOOD BAD എന്ന് പറഞ്ഞു വന്നു. പിന്നെ വവൽസും വന്നു. അപ്പോൾ നമുക്കത് നോക്കാം.
അപ്പം ഇവിടെ വവൽസ് എന്താണ്? എ ഇ ഐ ഒ യു ആണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്താണ്? സി എച്ച് ജി ആണ്. വവൽസിന് ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് ഇന്നർ ലൂപ്പിലേക്ക് വന്നു. ഇന്നർ ലൂപ്പിൽ വന്നു കഴിയുമ്പം എന്തായി? ആദ്യത്തെ വവൽ എന്താണ്? എ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നു. ഇവിടെ എന്താ നോക്കുന്നത്? ജി ഈക്വൽ ടു എ ആണോ? അല്ല. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അടുത്ത വവൽ എന്താണ്? ഇ ആണ്. അത് ജി ആണോ? അല്ല. ഐ അതുമല്ല. ഒ അതുമല്ല. എ ഇ ഐ ഒ യു അതുമല്ല. അപ്പോൾ ഈ ഇന്നർ ലൂപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സി എച്ച് എന്തായി? ഗുഡ് അല്ലേ? ഒ വന്നു. സി എച്ച് ഒ ആകുമ്പം എന്ത് സംഭവിക്കുന്നു? സി എച്ച് ഒ ആകുമ്പം വവൽ ആദ്യത്തെ വവൽ ഏതാണ്? എ ആണ്. ഒ ഈക്വൽ ടു എ ആണോ? അല്ല. പിന്നെ എന്ത് ചെയ്തു? ഒ ഈക്വൽ ടു ഇ ആണോ? അതുമല്ല. എ ഇ ഐ ഒ ഈക്വൽ ടു ഒ ആകുമ്പോൾ എന്തായി? ഈ ലൂപ്പിൻ്റെ അകത്ത് കടന്നു. ഇഫ് സി എച്ച് നോട്ട് ഇൻ ഫൗണ്ട്. ഇപ്പം നമ്മളെ ഫൗണ്ട് എന്താണ്? ഫൗണ്ട് ഒരു കാലി ലിസ്റ്റാണ്. അതുകൊണ്ട് ഒ ഫൗണ്ടിലില്ല. അതുകൊണ്ട് എന്താക്കും? ഫൗണ്ട് ഡോട്ട് എപ്പൻറ്റ് സി എച്ച് കൊടുത്തു. അവിടെ നമ്മൾ ഒ എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഫൗണ്ടിൽ വന്നു. പിന്നെ നമ്മുടെ സി എച്ചിൽ LSTR വന്നല്ലേ, അടുത്ത ഒ വന്നു. അടുത്ത ഒ വന്നിട്ട് ഈ ലൂപ്പിലൂടെ പോകുമ്പോൾ 2 ഒയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ലൂപ്പ് നോക്കും. ഇഫ് സി എച്ച് നോട്ട് ഇൻ ഫൗണ്ട്. സി എച്ച് നോട്ട് ഇൻ ഫൗണ്ട് ആണല്ലോ, കാണുന്നില്ലല്ലോ. അത് ഫോൾസ് അല്ലേ, ഓൾറെഡി ഒ ഉണ്ട്. അതുകൊണ്ട് അവിടെ അത് ചെയ്യത്തില്ല. ഈ രീതിയിൽ ഈ ലൂപ്പിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫൗണ്ടിൽ അവസാനം എന്തായിരിക്കും? ഒയും എയും മാത്രമേ കാണത്തുള്ളൂ. ഇത് ചെറിയൊരു ടൈപ്പോ. നമുക്ക് ക്വസ്റ്റ്യൻ 4ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 4ലുള്ളത് write a Python code to count the number of occurrence of A, E and O in a given string. അപ്പോൾ ഹൗ ആർ യു എന്നാണ് സ്ട്രിങ് എങ്കിൽ എന്ത് വേണം? എ എത്ര പ്രാവശ്യം വന്നു? 1 പ്രാവശ്യം വന്നു. ഇ എത്ര പ്രാവശ്യം വന്നു? 1 പ്രാവശ്യം. ഒ എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. ഇതിപ്പോൾ ഹൗ ആർ യുവിന് മാത്രമല്ല, ഏത് വന്നാലും ഇത് വർക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഇത് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3യേക്കാളും എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറയട്ടെ. ഹൗ ആർ യു എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ആദ്യം ലിസ്റ്റാക്കാം. അപ്പോൾ ആ ലിസ്റ്റിൽ ഒന്നാമത്തെ എലിമെൻറ്റ് എച്ച്, രണ്ടാമത്തെ എലിമെൻറ്റ് ഒ, മൂന്നാമത്തെ എലിമെൻറ്റ് ഡബ്ല്യു, അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എയുടെ കൗണ്ട് വേണം, ഇയുടെ കൗണ്ട് വേണം, ഒയുടെ കൗണ്ട് വേണം. അപ്പോൾ ഇവിടെ ഇത് കാണാമല്ലോ. ഇത്രയും കാര്യം വളരെ ക്ലിയർ ആണല്ലോ. നമ്മൾ ചെയ്യേണ്ട സ്ട്രിങ് എടുത്തു, പിന്നെ എയുടെ കൗണ്ട് 0 ആക്കി, ഇയുടെ കൗണ്ട് 0 ആക്കി, ഒയുടെ കൗണ്ടും 0 ആക്കി. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ആ ലിസ്റ്റിലൂടെ നമ്മളങ്ങ് പോകും. അപ്പോൾ ആദ്യം ഹൗ ആർ യുവിൻ്റെ എച്ച് എടുക്കും, പിന്നെ ഒ എടുക്കും, ഡബ്ല്യു എടുക്കും. ആ രീതിയിൽ പോകും. നമുക്ക് നോക്കാം. ഇതാണ് പ്രോഗ്രാം. ഇപ്പോൾ ഇതെന്താണ്? ഫോർ സി എച്ച് ഇൻ LSTR1 എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് എടുത്തത്? എച്ച് എടുത്തു. എച്ച് ഇവിടെ ഈ ലൂപ്പിൽ നോക്കും. എച്ച് എ ആണോ? അല്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. എച്ച് ഇ ആണോ? അല്ല. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. എച്ച് ഒ ആണോ? അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ഇത്രയും കാര്യമാണ് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങളാണ്. ഇത്രയും സാധനം ഫോർ ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്തപ്പെടും. അപ്പോൾ നമ്മൾ എച്ച് എടുത്തുള്ളൂ. ഇനി ഒ എടുക്കും. ഒ എടുത്ത് വരുമ്പം എന്താണ്? ഇതാണോ? ഈ ബ്ലോക്ക് ചെയ്യില്ല, ഈ ബ്ലോക്കും ചെയ്യത്തില്ല. ഇവിടെ വരുമ്പോൾ എന്തായി? ട്രൂ ആണ്. ട്രൂ ആകുമ്പം കൗണ്ട് 0, കൗണ്ട് ഒ എന്താണ്? ഇപ്പം 1 ആകും. ഹൗ ആർ യു. പിന്നെ ഇനി ഡബ്ല്യു വന്നു. ഡബ്ല്യു വന്നു കഴിയുമ്പം ഇതിലൊന്നിലും ഈ 3 ഇഫും ട്രൂ അല്ല. അതുകൊണ്ട് ഈ 3 കാര്യം നടക്കില്ല. പിന്നെ ഇനി എ വന്നു. ഹൗ ആർ യുവിൻ്റെ എ വന്നു. എ വരുമ്പം ഇത് ട്രൂ ആണ്,
ഇത് ട്രൂ ആകുമ്പം കൗണ്ട് എ എത്രയാവും? കൗണ്ട് എ 1 ആവും. നിങ്ങൾ ഇതേപോലെ ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഞാൻ റൺ ചെയ്യാം. ഹൗ ആർ യു? നമ്മൾ റൺ ചെയ്യുമ്പോൾ അവസാനം ഒരു എൻ്റർ അടിക്കണം. അപ്പോൾ എ ഒരു പ്രാവശ്യം വന്നു, ഈ ഒരു പ്രാവശ്യം വന്നു, പിന്നെയും ഓ 2 പ്രാവശ്യം വന്നു. നമുക്ക് വേറൊന്ന് കൊടുക്കാം. ഗുഡ്, ബാഡ്. അപ്പോൾ ഇതിൽ ഓ എത്ര ഉണ്ട്? 4 ഓയും ഒരു എയും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ആദ്യം നോക്കാം. സംഭവിക്കുന്നത് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കൗണ്ട് എ, കൗണ്ട് ഡി, കൗണ്ട് 0 ഒക്കെ, കൗണ്ട് ഒ ഒക്കെ 0 ആണ്. നമ്മളെ ഗുഡ് ആൻഡ് ബാഡ് സ്ട്രിങ്ങായി അതിനെ ലിസ്റ്റാക്കി. അപ്പോൾ ആദ്യം ജി എടുത്തു. ജി എടുത്ത് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇതെല്ലാം ഫോൾസാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇനി അടുത്തൊരു ഓ വന്നു. ഓ വന്നപ്പം ഇത് ഫോൾസാണ്, ഇത് ഫോൾസാണ്, ഇത് ട്രൂ ആണ്. അപ്പോൾ എന്തായി? കൗണ്ട് ഓ എത്രയാവും? 1 ആവും. പിന്നെയും ഒരു ഓ വരും. അപ്പോൾ കൗണ്ട് എ എത്രയാവും? 2 ആവും. പിന്നെയും ഒരു ഓ വരും. അപ്പോൾ കൗണ്ട് ഓ എത്രയാവും? 3 ആവും. പിന്നെയും ഒരു ഓ വരും. അപ്പോൾ കൗണ്ട് ഓ എത്രയാവും? 4 ആവും. പിന്നെ ഒരു സ്പേസ് വരും. അത് കഴിഞ്ഞ് ബി വരും. ബി വരുമ്പോൾ ഇതെല്ലാം ഫോൾസാണ്. പിന്നെ ഒരു എ വരുമ്പം കൗണ്ട് എ എന്താകും? 0 ആണ്. പിന്നെ അത് 1 ആവും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ട? റൺ ചെയ്യണമെങ്കിൽ എൻ്റർ അടിക്കണമായിരുന്നു. റൺ ചെയ്യട്ടെ. ഒന്നുകൂടെ റൺ ചെയ്യാം. ഗുഡ്, ബാഡ്. അപ്പോൾ നമ്മളിവിടെ എൻ്റർ അടിക്കണം. അതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റ് നേരത്തെ. എൻ്റർ അടിക്കുമ്പോൾ എത്രയായി? എ ഒരു പ്രാവശ്യം വന്നു, ഈ 0 പ്രാവശ്യം. ഓ എത്ര പ്രാവശ്യം വന്നു? 4 പ്രാവശ്യം വന്നു. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഞാനിത് റൺ ചെയ്ത് കാണിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇതിലുള്ള ഏക പ്രശ്നം, നമ്മൾ ഈ 1000 എന്നുള്ളതിന് എറർ വരും. എന്താ കാര്യം? റിമൂവ് ചെയ്യുമ്പം ആ ലിസ്റ്റിലുള്ള സാധനം മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വന്നു. ആദ്യത്തെ സംഭവം കറക്റ്റായി. റിമൂവ് 29 append 100 ചെയ്തു. ഇനി റിമൂവ് 1000 എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഇവിടെ പറഞ്ഞു ലിസ്റ്റ് ഡോട്ട് റിമൂവ് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ഇൻ ലിസ്റ്റ്. ലിസ്റ്റിലുള്ള ആളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതിന് വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഞാൻ റൺ ചെയ്ത് കാണിക്കാം. ഇതിൽ പോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3.4 അങ്ങ് പോപ്പ് ചെയ്യപ്പെടും. പിന്നെയും പോപ്പ് ചെയ്യുമ്പോൾ 9.4 പോപ്പ് ചെയ്യപ്പെടും. അല്ലേ? റൺ ചെയ്ത് കാണിക്കാം. ആദ്യം പോപ്പ് ചെയ്തപ്പം 3.4 പോയി. പിന്നെയും പോപ്പ് ചെയ്തപ്പം 9.4 പോയി. ഇവിടെ പോപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എക്സിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിൽ കളക്ട് ചെയ്യപ്പെടുന്ന വാല്യൂ എന്തായിരിക്കും? 7 ആണ്. പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞപ്പോൾ 7 വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ആ ലിസ്റ്റിനെ പ്രിൻ്റ് ചെയ്തു. ലിസ്റ്റിനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ 7 ഒഴികെയുള്ള ലിസ്റ്റാണ്. അത് വന്നു. പിന്നെ എനിക്ക് പോപ്പ് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒരു ഇൻഡെക്സ് കൊടുക്കാം. ഇൻഡെക്സ് കൊടുക്കുമ്പം എന്തായി? ഇൻഡെക്സ് ഏതാ കൊടുത്തത്? 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തപ്പോൾ ഈ ഡോഗ് ഇവിടുന്ന് പോയി. ഡോഗ് പോയപ്പോൾ ഉള്ള ലിസ്റ്റാണ് പിന്നെ വരുന്നത്. പിന്നെ എന്താണ്? പിന്നെ ഞാൻ പറഞ്ഞു വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലിസ്റ്റാണ്. അതിൽ ക്യാറ്റും ബാറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് 1 ഡോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പം ഈ 4 എണ്ണത്തിൻ്റെ കൂടെ അതും കൂടെ വന്നു. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 3-4 പോലുള്ള പ്രോബ്ലം ചെയ്യലാണ്. അതിന് നമുക്ക് എല്ലാ ടൂൾസും വേണം. നമുക്കിപ്പോൾ ലിസ്റ്റ് അറിയാം, ലിസ്റ്റിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്ന അറിയാം, കുറേ മെത്തേഡ്സ് ഉണ്ട്, എപ്പൻഡ്, പിന്നെന്താണ് റിമൂവ്, പോപ്പ്, എക്സ്റ്റെൻഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നറിയലാണ് ഏറ്റവും വലിയ ചാലഞ്ച്. സോ താങ്ക് യു വെരി മച്ച്. അതോടുകൂടി നമ്മളെ ലിസ്റ്റ് തീർന്നിരിക്കുകയാണ്.